അടുക്കളയിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ചുകൾ പലപ്പോഴും ഈ കോളി, സാൽമൊണല്ല പോലുള്ള ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രമാണ്. ടോയ്ലറ്റ് സീറ്റിനേക്കാൾ 2 ലക്ഷം മടങ്ങ് വൃത്തികെട്ടതെന്ന് ഇവയെക്കുറിച്ച് പറയാറുണ്ട്. ഒരു അടുക്കള സ്പോഞ്ചിൽ ഒരു ചതുരശ്ര ഇഞ്ചിൽ 10 ദശലക്ഷം ബാക്ടീരിയകൾ വരെ ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. എത്ര കാലം ഇവ ഉപയോഗിക്കാനാവും, എപ്പോൾ വലിച്ചെറിയണം മുതലായ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഇവ മൂലമുണ്ടാകാനുള്ള രോഗങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ദിവസവും പാത്രം കഴുകുന്ന അടുക്കളയാണെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും സ്പോഞ്ചുകൾ മാറ്റണം. മാത്രമല്ല, പാത്രങ്ങൾ കഴുകുന്നത് പോലെ തന്നെ എന്നും സ്പോഞ്ചുകളും കഴുകണം. ബാക്ടീരിയ നശിപ്പിക്കാൻ സ്പോഞ്ചുകൾ ചൂടുവെള്ളത്തിൽ അല്പം ബ്ലീച്ച് ഉപയോഗിച്ച് കഴുകാം. സ്പോഞ്ചുകൾ 2 മിനിറ്റ് നേരം മൈക്രോവേവ് ചെയ്തും ബാക്ടീരിയയെ തുരത്താം. നനഞ്ഞ സ്പോഞ്ചുകൾ വേണം മൈക്രോവേവ് ചെയ്യാൻ, അല്ലെങ്കിൽ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. പാത്രങ്ങൾ പെട്ടെന്ന് വൃത്തിയാക്കിയെടുക്കാൻ ഏറ്റവും ഉപകാരപ്പെട്ടതാണ് സ്റ്റീൽ സ്ക്രബ്ബറുകൾ. സ്പോഞ്ച് സ്ക്രബ്ബർ ഉണ്ടെങ്കിലും കരിപിടിച്ച പാത്രങ്ങൾ വൃത്തിയാക്കാൻ സ്റ്റീൽ സ്ക്രബ്ബർ തന്നെയാണ് അനുയോജ്യം. ഇത് ശരിയായ രീതിയിൽ വേണം ഉപയോഗിക്കാൻ. സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നത് പാത്രങ്ങളിലെ അഴുക്ക് പെട്ടെന്ന് പോകാൻ സഹായിക്കുമെങ്കിലും നോൺ സ്റ്റിക് പാത്രങ്ങൾ, ഗ്ലാസ് എന്നിവയിൽ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ പോറൽ വീഴാൻ സാധ്യതയുണ്ട്. നോൺ സ്റ്റിക് പാത്രങ്ങളിൽ ഇവ ഉരച്ചു കഴുകിയാൽ കോട്ടിംഗ് പെട്ടെന്ന് പോവുകയും ചെയ്യും. സ്റ്റീൽ ഉപകരണങ്ങളിൽ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നത് കാലക്രമേണ കേടുവരുത്താം, പ്രത്യേകിച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലാത്ത പാത്രങ്ങളിൽ. 1-2 പാത്രങ്ങൾ വൃത്തിയാക്കിയാൽ തന്നെ പെട്ടെന്ന് സ്റ്റീൽ സ്ക്രബ്ബറിന്റെ പുതുമ നഷ്ടപ്പെടും. കൂടുതൽ ദിവസമാകുമ്പോൾ പാത്രങ്ങളുടെയും മിക്സിയുടെയും ഇടയിൽ സ്റ്റീൽ സ്ക്രബ്ബറിന്റെ ഭാഗങ്ങൾ കാണാം. പുതുമ നഷ്ടപ്പെട്ടാൽ സ്ക്രബ്ബർ ഉടൻ തന്നെ മാറ്റണം. ഉപയോഗശേഷം സ്ക്രബ്ബർ നല്ലതുപോലെ കഴുകി ഉണക്കി സൂക്ഷിക്കുക. ഡിഷ് ക്ലോത്തുകളും സ്പോഞ്ചിനേക്കാൾ ഒരുപാട് നല്ലത് എന്ന് പറയാനാവില്ല. എന്നിരുന്നാലും സ്പോഞ്ചിന്റെ അത്രയും ബാക്ടീരിയകൾക്ക് വളരാനുള്ള ഇടങ്ങൾ ഇതിലില്ലാത്തതും വൃത്തിയാക്കാൻ എളുപ്പമാണെന്നതും ഡിഷ് ക്ലോത്തുകൾക്ക് അല്പം മുൻതൂക്കം നൽകുന്നു. എല്ലാ ദിവസവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി ഉണക്കി വേണം ഇവ ഉപയോഗിക്കാൻ. രോഗാണുക്കളെ നശിപ്പിക്കാൻ ഇടയ്ക്കിടെ വെയിലത്തിട്ട് ഉണക്കി ഉപയോഗിക്കണം. സ്പോഞ്ചുകൾ പോലെ തന്നെ 1 മാസം കഴിയുമ്പോൾ ഇവയും വലിച്ചെറിയുക തന്നെ വേണം. സ്പോഞ്ചിനെയും ഡിഷ് വാഷിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ബ്രഷുകൾ കുറച്ചുകൂടി വൃത്തിയുള്ളതാണെന്ന് പറയാം. ഇവയുടെ ഘടന ബാക്ടീരിയയുടെയും പൂപ്പലിന്റെയും വളർച്ച തടയാൻ സഹായിക്കുന്നു. ഇവ കഴുകി ഉണക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഭക്ഷണാവശിഷ്ടങ്ങളും എണ്ണയും മറ്റും കുറച്ചുകൂടി കാര്യക്ഷമമായി നീക്കം ചെയ്യാൻ ഇവ സഹായിക്കുന്നു. പിടിയുള്ള ബ്രഷുകൾ ഡിഷ് വാഷ് ലിക്വിഡ് കൈകളിൽ നേരിട്ടാവുന്നത് തടയുന്നതിനാൽ ചർമ്മത്തിന് സുരക്ഷയും നൽകുന്നു.